മറ്റ് വാർത്തകൾ നോക്കിയാൽ കള്ളക്കേസുമായി വന്ന ഝാർഖണ്ഡ് പോലീസ് തോറ്റുമടങ്ങും. കേരളത്തിൽ അഭയം തേടിയ ദമ്പതികളെ കൊണ്ടുപോകാനെത്തിയ ഝാർഖണ്ഡ് പോലീസ് ഇന്ന് മടങ്ങും. ആശയ്ക്കും ഗാലിബിനും കേരളത്തിൽ തന്നെ തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ട സാഹചര്യത്തിലാണ് പോലീസ് മടങ്ങുന്നത്. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ പകർപ്പ് ഇന്ന് ലഭ്യമാകും. സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യാനുള്ള നടപടിയും ആരംഭിച്ചു. ശരണ്യ സ്നേഹജൻ ചേരുന്നു. ശരണ്യ, ഝാർഖണ്ഡ് പോലീസ് മടങ്ങുന്നു, കോടതിയുടെ ഉത്തരവ് ഒപ്പമുണ്ട്. അപ്പോഴും ധൈര്യത്തോടുകൂടി തിരികെ പോകാമെന്നുള്ളൊരു ആത്മവിശ്വാസം ഇവർക്കുണ്ട് അല്ലേ? നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ തന്നെ പറയാനാകും. കാരണം മേൽക്കോടതിയുടെ ഉത്തരവാണ് വന്നിരിക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പോകാൻ കഴിയുമെന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഉത്തരവിന്റെ പകർപ്പ് അഭിഭാഷകർ ഇവർക്ക് കൈമാറേണ്ടതായി ഉണ്ട്. ഇപ്പോഴും കായംകുളത്തെ ഹോട്ടലിൽ അവർ തുടരുന്നുണ്ട്. പക്ഷേ ഇന്ന് ഒരു അല്പസമയത്തിനകം തന്നെ ആ ഉത്തരവിന്റെ പകർപ്പ് ഇന്നലെ അവർക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഹാജരായ അഡ്വക്കേറ്റ് ശ്രാവണിന് ലഭ്യമാകുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിവരം. അങ്ങനെയാണെങ്കിൽ ആ പകർപ്പ് ഇവർക്ക് കൈമാറിയാൽ ഉടൻ തന്നെ ഇവർക്ക് പോകാനാകും. എന്നാൽ മാത്രമേ, അതായത് ജാർഖണ്ഡിൽ വലിയ പ്രക്ഷോഭം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. പക്ഷേ നിയമപരമായി ഉള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനാകൂ എന്നുള്ള നിലപാടിലായിരുന്നു കേരള പോലീസ്. അതുകൊണ്ട് തന്നെ ഈ വന്ന ഉദ്യോഗസ്ഥർക്ക് മേലും വലിയ സമ്മർദ്ദമുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഏതു വിധേനയും ഇവരെയും കൊണ്ടേ തിരികെ ചെല്ലാൻ കഴിയൂ എന്നുള്ളൊരു സാഹചര്യമാണ്. അവരത് പല ഘട്ടത്തിലും അവർ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മളുടെ ഹൈക്കോടതിയുടെ, അതായത് മേൽക്കോടതിയുടെ വിധി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഉത്തരവ് പ്രകാരം ഇവർ മടങ്ങിപ്പോയേ മതിയാകൂ. അത് ലഭ്യമായാൽ ഉടൻ തങ്ങൾ തിരിക്കുമെന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഇവർക്ക് ടിക്കറ്റ് ഉൾപ്പെടെ അവിടുന്ന് അയച്ചു കൊടുക്കേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും ഇവർ മടങ്ങുക. ആ ഒരു ഉത്തരവിന് വേണ്ടിയാണ് ഇവർ ഇപ്പോൾ കാത്തിരിക്കുന്നത്. മാത്രമല്ല, ഈ ആശയും ഒപ്പം തന്നെ ഗാലിബും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളും അവർ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ ഇന്ന് അവർ ചെയ്യും. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്ക് അറിയാം, 14-ന് ഇവിടെ കായംകുളത്തെത്തി 11-നാണ് വിവാഹിതരായത്. 14-ന് ബന്ധുക്കൾ എത്തുമെന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ ഇവർ ആദ്യം ഇസ്ലാം മത ആചാരപ്രകാരവും പിന്നീട് ഹിന്ദുമത ആചാരപ്രകാരവും വിവാഹം ചെയ്തു. പെട്ടെന്ന് വിവാഹ സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതായിരുന്നു. തുടർന്ന് അവർ കായംകുളം നഗരസഭയിൽ അതിനുവേണ്ടിയുള്ള രജിസ്ട്രേഷൻ നടപടികൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല, മറിച്ച് ഒരു ഇവിടെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം തന്നെ വിവാഹം ഞാൻ തിരികെ എത്താം. ഇവരുടെ അഭിഭാഷക കൂടിയായ അഡ്വക്കേറ്റ് ജയം നമുക്ക് ചേരുന്നു. അഡ്വക്കേറ്റ് ജയ, ഏതായാലും ആശ്വാസത്തോടുകൂടി ഇവർക്ക് ഝാർഖണ്ഡിലേക്ക് തിരിച്ചു പോകാം. ഝാർഖണ്ഡ് പോലീസ് പോലും കള്ളക്കേസുമായി വന്ന പോലീസിന് പോലും തിരിച്ചു പോകേണ്ടി വന്ന അഡ്വക്കേറ്റ് ജയ കോൾ കട്ടെ. നമുക്ക് അഡ്വക്കേറ്റ് ഗയ നമുക്കൊപ്പമുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും അതുവരെ ശരണ്യ, നിയമപരമായിട്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പൂർണ്ണമായി കൊണ്ടുകൂടിയാണ് ഇവർ പോകുന്നത്. അതായത് ഈ കുടുംബാംഗങ്ങളുടേതടക്കം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സമ്മർദ്ദം. ഓക്കെ, ഞാൻ തിരികെ എത്താം. അഡ്വക്കേറ്റ് ഗയ നമുക്കൊപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് ഗയ, ആശ്വാസത്തോടു കൂടിയാണ് തിരികെ പോകുന്നത് ഗാലിബും ആശയും. കോടതിയുടെ ഉത്തരവ് കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദമോ ഭീഷണിയോ ഉണ്ടാകില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കൂടി അവർക്കുണ്ട് ഈ സമയത്തല്ലേ? ഗാലിബും ആശ ഇവിടെ തന്നെ തുടരുകയാണ്, മറ്റെങ്ങോട്ടും പോകുന്നില്ല. പിന്നെ കോടതിയുടെ ഒരു വിധി വന്നത് അവർക്ക് ഒരുപാട് ആശ്വാസമായിട്ടുണ്ട്. കാര്യം ഫ്രീ ആയിട്ട് ഇറങ്ങി നടക്കാമല്ലോ. ഇപ്പൊ ആരെയും പേടിക്കണ്ട, നിയമപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഇനി. അതായത് ഇനി ഇത്തരം അല്ലെങ്കിൽ ഝാർഖണ്ഡ് പോലീസ് ഇനി മറ്റേതെങ്കിലും ഒരു കള്ളക്കേസ് ഉയർത്തി വരികയില്ല എന്നുള്ളൊരു ആത്മവിശ്വാസം കേരളത്തിൽ എത്തിയപ്പോൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ആ തരത്തിലുള്ള വലിയ പിന്തുണ കൂടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ അല്ലേ? നമുക്ക് ഒരിക്കലും ജാർഖണ്ഡ് പോലീസിന്റെ കാര്യം പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റത്തില്ല. കാര്യം ഇത്രയുമൊക്കെ ലീഗലായിട്ട് നമ്മളിവിടെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടും അവര് പിന്നീടും 2 പ്രാവശ്യം വന്നിട്ടുണ്ട് കള്ളക്കേസുകൾ ഉണ്ടാക്കി. അപ്പൊ പിന്നെ ഇനി അടുത്ത സ്റ്റെപ്പ് എന്തോന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പൊ ഈ ഓർഡറും കൊണ്ട് പോയിട്ട് ഇതിനെ അടുത്ത് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അറിയില്ല. ഓർഡർ കിട്ടാനായിട്ട് കാത്തിരിക്കുകയാണ് അവര്. ഇവിടെ തന്നെ തുടരുകയാണ്. രാഷ്ട്രീയ സംഘടനകളുടെ പിന്തുണയുണ്ട്. അപ്പോൾ അവരെല്ലാവരും പിന്തുണയുമായിട്ട് വന്നിട്ട് ഇവിടെ തന്നെ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ പിന്തുണയെല്ലാം നൽകാമെന്ന് ഇന്നലെ ഡിവൈഎഫ് അടക്കമുള്ള സംഘടനകളെല്ലാം പറഞ്ഞിരുന്നല്ലോ.
ആ തരത്തിൽ കേരളം സ്വന്തം വീടാക്കി മാറ്റാനുള്ള കാര്യങ്ങളിലേക്ക് കൂടി കടക്കുകയാണ് ആശയും ഗാലിബും ഇപ്പോൾ, അല്ലേ? ആശ ഇവിടെ തുടരും. ഗാലിബിന് തിരിച്ച് UAE പോകേണ്ടതുണ്ട്. ഗാലിബ് അവിടെ ആണല്ലോ ജോലി ചെയ്യുന്നത്. ആശയും ചിലപ്പോ ഫ്യൂച്ചറിൽ അയാൾ കൂടെ കൊണ്ടുപോകുമായിരിക്കും. അതായത് തൽക്കാലത്തേക്കുള്ള അപ്പോൾ ഈ ഗാലിബ് ഇവിടെ തന്നെയാണ്. ഗാലിബും UAE മടങ്ങുന്നത് എപ്പോഴായിരിക്കും? ഒരു 10 ദിവസത്തിനുള്ളിൽ മടങ്ങണം. ഗാലിബിന് ലീവ് കഴിയാറാവുന്നു. താങ്കളുടെ കൂടെ ആയിരിക്കുമോ അതിനുശേഷം ആശ? അതിനുശേഷം ഞാൻ തന്നെയാണ് ഇനി അതിനൊരു വസതി കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. അപ്പൊ അതിന് ഡിവൈഎഫ്ഐയുടെ എല്ലാ സഹായ സഹകരണങ്ങളും ഉണ്ടാവുമെന്ന് പറഞ്ഞിരുന്നു ഇന്നലെ. അപ്പം ആ ഒരു പ്രതീക്ഷയിലാണ്. ഈ ഗാലിബ് UAE മടങ്ങിയതിനു ശേഷം ആശയും അങ്ങോട്ട് പോകുന്നത് വരെയുള്ള ഒരു സമയമുണ്ട്. സ്വാഭാവികമായിട്ടും നേരത്തെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ തന്നെ ജാർഖണ്ഡ് പോലീസ് വീണ്ടും വരാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ അത്തരം ചില സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാഹചര്യമൊക്കെ ഭയക്കുന്നുണ്ട്, അല്ലേ? അത് തീർന്നിട്ടില്ല പേടി? തീർന്നിട്ടില്ല. കാര്യം അവരിപ്പോ പോലീസുകാരല്ലേ വന്നുള്ളൂ. ഇനി അവിടുത്തെ ആളുകൾക്ക് ഇവിടുത്തെ സ്ഥലം മനസ്സിലായതുകൊണ്ട് ഇനി അവര് ഡയറക്റ്റ് വരുമോ എന്ന് പോലും നമുക്കറിയില്ല. ഇനി അവരിവിടെ വന്ന കുട്ടിയെ കിഡ്നാപ്പ് ചെയ്തു പോവോ, അല്ലെങ്കിൽ അങ്ങനൊരു ഭയം എന്റെ ഉള്ളിലുണ്ട് ഇപ്പോഴും. ഏതെങ്കിലും അപ്പോൾ കൂടുതൽ സുരക്ഷ അടക്കമുള്ള കാര്യങ്ങൾ അത് നമുക്ക് നിയമപരമായിട്ടൊക്കെ ആവശ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഉണ്ടോ? അങ്ങനെ ഒരു പരാതിയൊക്കെ പോലീസിൽ ഓൾറെഡി ഉള്ളതല്ലേ? ഓൾറെഡി ഉള്ളതാണ്, നമ്മൾ കൊടുത്തിരിക്കുന്നതാണ്. അപ്പം പോലീസ് അതിനുള്ള സഹായം ചെയ്യുമെന്നാണ്. ഇതുവരെ അവര് സഹായിച്ചു. അപ്പൊ ഇനി മുന്നോട്ടും അത് തുടർന്ന് പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആശയുടെ കുടുംബാംഗങ്ങളുടേതടക്കം അത് ഏത് തരത്തിലാണ് ഇവരുടെയൊക്കെ സമ്മർദ്ദം ഉണ്ടാവുക എന്ന് ആശ താങ്കളോട് പറയുന്നുണ്ടാവുമല്ലോ. ഇപ്പൊ പോലീസ് തന്നെ ഈ തരത്തിൽ കേരള പോലീസിനോട് പോലും എതിർത്തുകൊണ്ട് ഇത്തരത്തിൽ കേസൊക്കെ ആയിട്ട് എത്തുന്ന സാഹചര്യമാണെങ്കിൽ കുടുംബാംഗങ്ങൾ അത് എത്രത്തോളം സ്വാധീനമുള്ളവരാണ്, അവരെങ്ങനെയുള്ള സമ്മർദ്ദങ്ങളാണ്, ഭീഷണി പെടുത്താൻ പോലും മടിയില്ലാത്തവരാണോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആശ? യഥാർത്ഥത്തിൽ ആശയുടെ കുടുംബക്കാരല്ല ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അവിടെയും അവരുടെ തന്നെ അവിടുത്തെ പാർട്ടി നേതാവായ അവിടുത്തെ ഒരു MP ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ ആളുടെ പേര് ചന്ദ്രശേഖർ എന്നാണ്. ഒരു MP ആണ് അയാള് ജാർഖണ്ഡില്. അപ്പൊ ആ പുള്ളിയാണ് ഇത്രയും പ്രഷറൈസ് ചെയ്യുന്നത്. പൊളിറ്റിക്കലി ഇത്രയും ഒരു ലവ് ജിഹാദ് എന്നുള്ള ഒരു രീതിയിലേക്ക് ആക്കുന്നതെല്ലാം അദ്ദേഹമാണ്. അല്ലാതെ ആശയുടെ വീട്ടുകാർ ഇതിനകത്ത് അത്രയും ഓവർ ഇൻവോൾവ് അല്ല. വീട്ടുകാര് പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും മാനസികമായിട്ടെങ്കിലും ഒരു പിന്തുണ നൽകുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. രണ്ടുപേരുടെ വീട്ടുകാർക്കും യാതൊരു വിധത്തിലും താല്പര്യമില്ലാത്തൊരു ബന്ധം തന്നെയാണിത്. കാര്യം രണ്ടുപേരുടെയും മതം വ്യത്യസ്തമാണല്ലോ. രണ്ടുപേരും സ്വീകരിച്ചിട്ടില്ല. പക്ഷെ സ്വീകരിച്ചിട്ടില്ല എന്നതേ ഉള്ളൂ. അതല്ലാതെ ഒരു കേസിലേക്കോ ഒരു സമ്മർദ്ദത്തിലേക്കോ ഭീഷണിയിലേക്കോ പോകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെയല്ല ഈ രണ്ട് കുടുംബങ്ങളും, അല്ലേ? ഭീഷണിയിലേക്ക് പോകാൻ അവർ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ ഇന്നലെ ജാർഖണ്ഡിലെ ഒരു ലേഖകൻ വിളിച്ചപ്പോ ഇവരുടെ ചേച്ചി ഇവിടെ എത്തിയ കാര്യം അവിടുത്തെ ന്യൂസിനെ അറിയിച്ചിട്ടില്ലായിരുന്നു. അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലായിരുന്നു. അവർ കേരളത്തിൽ 14-ാം തീയതി വന്നിരുന്ന കാര്യം. അങ്ങനെയാണ് ഈ മാറ്റർ ഇത്രയും അവിടെ പ്രശ്നമാകുന്നത്. പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യമൊന്നും അവർ പറഞ്ഞിട്ടില്ല. വന്നു കണ്ടു എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു. അതായിരുന്നു ഇത്രയും ഒരു പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കിയത് തന്നെ രൂക്ഷമായിട്ടുള്ള. ഓക്കെ, ഈ MP-യുടെ ഇടപെടലാണ് ഇത് വലിയ വിഷയത്തിലേക്ക് കടന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും രണ്ട് കുടുംബാംഗങ്ങളോടും ഈ നിങ്ങൾ പറഞ്ഞ MP തന്നെ ആയിരിക്കും ഇതൊരു വലിയ വിഷയമാക്കി നിർത്തുകയും ഇവരെ സ്വീകരിക്കേണ്ട എന്ന് പറയുകയും ചെയ്തിട്ടുണ്ടാവുക, അല്ലേ? അതെ അതെ അതെ. അതായത് പറഞ്ഞോളൂ. അവര് തന്നെയാണ് ഇത് ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതൊരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി മാറ്റുവാണ്. കാര്യം അത് റൂളിംഗ് പാർട്ടിയുടെ മുകളിലേക്ക് അടിച്ചു കൊടുക്കുവാണ് അവരുടെ അനാസ്ഥ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എല്ലാ ഹിന്ദു പെൺകുട്ടികളെയും മുസ്ലിം ആണുങ്ങൾ ഇങ്ങനെ മതം മാറ്റി കൊണ്ടുപോവുകയാണെന്നൊക്കെയുള്ള ഒരു പ്രസ്താവനകൾ നടത്തി അവിടുത്തെ ആ ഒരു സിറ്റുവേഷനെ അവര് വളരെ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇവർ ജീവിക്കുന്ന സ്ഥലത്തുള്ള നാട്ടുകാര്, ആ സൊസൈറ്റി, അതിലെല്ലാം ഇത്തരം ഒരു വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കാനും ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കാനും ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ ഈ MP-ക്ക് അടക്കം, അല്ലേ? അതെ അതെ. അത് തിരിച്ച് ഏതെങ്കിലും കാലത്ത് നാട്ടിലേക്ക് സമാധാനമായിട്ട് പോകാം എന്ന് കരുതുന്നില്ല ആശയും ഗാലിബും? ഇല്ല, ഒരിക്കലും ഇനി അവർക്ക് ആ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങാൻ പറ്റില്ല.
ഇപ്പോഴും അവിടെ ഇന്നത്തെ അവിടുത്തെ പത്രത്തിലും ഇതേപോലുള്ള ഓരോരോ ന്യൂസ് വന്നിട്ടുണ്ട്. റൈറ്റ്, തീർച്ചയായും. അത് ഒറ്റ കാര്യം കൂടി, അതായത് നേരത്തെ പറഞ്ഞ പോലെ ഈ ആശയെ കിഡ്നാപ്പ് ചെയ്യാൻ പോലുമുള്ള സാധ്യത താങ്കൾ ഭയക്കുന്നുണ്ട്. അപ്പോൾ ആ സുരക്ഷ പോലീസിന്റെ കയ്യിലാണ് പൂർണ്ണമായിട്ടും. ഒപ്പം ഈ സംഘടനകളുടെ എല്ലാം പിന്തുണ തേടിക്കൊണ്ടുകൂടി ആയിരിക്കും ഇനിയിപ്പോൾ ആശ ഗാലിബ് പോയതിനു ശേഷം യുഎയിലേക്ക് പോകുന്നത് വരെയുള്ള ദിവസങ്ങൾ ശ്രദ്ധിക്കുക, അല്ലേ? അതെ അതെ. യെസ്, അഡ്വക്കേറ്റ് ഗായ അസ്ലത ആണ് പ്രതികരിച്ചത്. വളരെയധികം നന്ദി. ശരണ സ്നേഹജൻ കൂടി ചേർന്നു. ശരണ, അതായത് ഇനി യു എയിലേക്ക് പോകുകയും ഗാലിബിന് യു എയിലേക്ക് പോകാനുള്ള ഒരു സാഹചര്യം ഇത് ഉള്ളത് കൊണ്ട് പോകണം, അതിനുശേഷം ആശ പോകുന്നത് വരെയുള്ള ഒരു സമയമാണ് ഒരു ആശങ്കയ്ക്കുള്ള ഒരു സാഹചര്യം എന്നുകൂടി അഡ്വക്കേറ്റ് ഗായ പറയുമ്പോൾ, പോലീസ് സുരക്ഷ ഉറപ്പാക്കേണ്ട പോലീസ്, ഒപ്പം മറ്റ് സംഘടനകളെല്ലാം പിന്തുണയുമായിട്ട് കൂടെയുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി ആ ഒരു ആത്മവിശ്വാസം ഇവർക്കുണ്ടാകും ഇപ്പോൾ, അല്ലേ? തീർച്ചയായിട്ടും അവരെ ഇന്ന് നമ്മൾ ആദ്യഘട്ടത്തിൽ കാണുന്നത് പോലെ അല്ലായിരുന്നു ആശയും ഗാലിബും. അവർ കുറെ കൂടി ഒരു ആത്മവിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഹോട്ടൽ മുറിയിൽ അടച്ചിരിക്കേണ്ട ഒരു സാഹചര്യമായിരുന്നു അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നത്. ഇന്നലെ അവർ പുറത്തിറങ്ങി തുടങ്ങിയിരിക്കുന്ന ഡിവൈഎഫ്ഐ അടക്കമുള്ള സംഘടനകൾ, യൂത്ത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളൊക്കെ ഇവർക്ക് പിന്തുണയുമായി രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവിടെ താമസിക്കുന്നതിനുള്ള സുരക്ഷിതമായൊരിടത്ത് താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിന് വേണ്ടി ഡിവൈഎഫ്ഐ മുൻകൈ എടുത്ത് അവിടെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളതാണ് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ഒരു നാടിന്റെ ഒരു സുരക്ഷ അവർക്ക് ലഭ്യമാകുന്നുണ്ട്, അതിന്റെ ഒരു ആത്മവിശ്വാസം അവർക്കുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഈ കോടതി വിധി വന്നതിന് ശേഷവും അവർ പറയുന്നത് അവരുടെ നാടിനെ വെച്ച് കേരളത്തെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ നാട് എത്രമാത്രം നല്ലതാണ് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അവർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം അവരുടെ നാട്ടിൽ ചിന്തിക്കാൻ പോലും കഴിയാത്തതാണ് എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ച് അവർ പറയുകയും ചെയ്തിട്ടുള്ളത്. അത്തരത്തിലൊരു നമ്മളുടെ ഇവിടെ കിട്ടുന്ന ആ ഒരു മതേതരപരമായ മതേതരത്വം എന്നുള്ള ആ ഒരു ആശയത്തിൽ ഊന്നിപ്പോകുന്ന കാര്യങ്ങൾ അവർ അതീവ തൃപ്തരാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ യു എയിൽ ജോലി ചെയ്യുന്ന ഘട്ടത്തിലാണ് ഇവിടെ ഇങ്ങനെ ആശയെ ഒരു 46 വയസ്സുള്ള ആളെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാൻ വീട്ടുകാർ തീരുമാനിച്ചറിഞ്ഞ് ആശ വിളിച്ചു പറഞ്ഞ അത്തരത്തിലാണ്, ഒരു സമ്മർദ്ദത്തിന്റെ ഘട്ടത്തിലാണ് അന്ന് ഗാലിബ് ഇവിടെ തിരിച്ച് നാട്ടിലേക്ക് വരികയും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ലീവ് കഴിയാറായിട്ടുണ്ട്. ഈ കാര്യം തിരിച്ച് മടങ്ങിപ്പോകേണ്ടതായുണ്ട്, ജോലിയിലേക്ക് പ്രവേശിക്കേണ്ടതായുണ്ട്. അവരുടെ ജീവിതത്തിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകുമ്പോൾ ആശയെ ഇപ്പോൾ കൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. അത് ആ ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നത് വരെ സുരക്ഷിതമായി കേരളത്തിൽ തന്നെ നിർത്തണം എന്നുള്ളതാണ് അവർ ആഗ്രഹിക്കുന്നതും. അങ്ങനെ നിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്താൻ കഴിയണം എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും ആശങ്ക നിലനിൽക്കുന്നു. നമ്മൾ ഇന്നലെ കണ്ടതാണ് അപർണ, അതായത് 14-ാം തീയതി പെൺകുട്ടി ഇവിടെ ഉണ്ട്, ആശയും ഗാലിബും ഇവിടെ സുരക്ഷിതരായി ഉണ്ട് എന്ന് ബോധ്യപ്പെട്ട് പോയതിനു ശേഷം 22-ന് ഒരു കിഡ്നാപ്പിംഗ് കേസ്, ഒരു കള്ള FIR ഇട്ടുകൊണ്ടാണ് അവരെ വീണ്ടും ഈ വന്നത്. അതായത് നേരത്തെ ഗയെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ ഒരു പൊളിറ്റിക്കലി ഇത് രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ BJP ആണെങ്കിൽ ഹിന്ദു മഹാസഭ അടക്കമുള്ള സംഘടനകൾ, അത്തരത്തിലുള്ള അവരുടെ നേതൃത്വത്തിലാണ് അവിടെ വലിയ പ്രതിഷേധം നടക്കുന്നത്. അത്തരത്തിലൊരു വർഗീയ രീതിയിലേക്ക് ഈ വിഷയത്തെ അവർ മാറ്റിക്കൊണ്ട് പോയി പൊളിറ്റിക്കലി അത് അവരെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് ഇപ്പോഴും അവിടെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സമ്മർദ്ദം ഈ ഉദ്യോഗസ്ഥർ പോലീസിന്റെ മേലും ഒക്കെ വരുന്നത് ആ സമ്മർദ്ദമാണ്, ഭരിക്കുന്ന പാർട്ടിയുടെ പ്രശ്നമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ്. പക്ഷേ ആശയും ഗാലിബും ഇവിടെ അത്തരത്തിൽ അവർ നമ്മൾ രണ്ട് രീതിയിൽ ആശ ഇപ്പോഴും തുടരുന്നത് അവളുടെ മതവിശ്വാസ പ്രകാരമുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളുമാണ് ആശ തുടരുന്നത് എന്നുള്ളത് ഇന്നലെ ആശയെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ആശയും ഗാലിബും അതിനെക്കുറിച്ച് കുറേ നേരം സംസാരിക്കുകയും ചെയ്തു. അവരുടെ വിശ്വാസങ്ങൾ ഗാലിബ് പറഞ്ഞത് ആശയുടെ വിശ്വാസം തുടരാം, ഒപ്പം തന്നെ അത്തരത്തിലൊരു മതം അവർക്കിടയിൽ ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ്. സ്കൂൾ കാലഘട്ടം മുതൽ തന്നെ പ്രണയത്തിലായിരുന്ന ആളുകളാണ്, 9-10 വർഷക്കാലമായി അടുപ്പമുള്ള ആളുകളാണ്, ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഈ ഇത്രയും നാൾ കാത്തിരുന്നത്. 26 വയസ്സ് ആശയ്ക്കും ഗാലിബിന് 30 വയസ്സുമുണ്ട്. അങ്ങനെ ജീവിക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് അവർ ഇത്ര നാൾ പിടിച്ചു നിന്നത്. പക്ഷേ ഇതിനെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് നാട് വിട്ടവർക്ക് പോരേണ്ടതായി വന്നത്. അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ ചിത്തപൂർ എന്ന പ്രദേശത്ത് നിന്ന് ഗാലിബിന്റെ കുടുംബത്തിന് പൂർണ്ണമായി പോകേണ്ടതായി വന്നു. അവരിപ്പോൾ റാഞ്ചിയിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ
അവർ താമസിക്കുന്നത് എന്നുള്ളതാണ്. അത്ര മോശം ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. ഒരു ഹിന്ദുത്വ വർഗീയതയുടെ പേര് പറഞ്ഞാണ് അവിടെ ഈ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഇവർ പോവുക എന്നുള്ളത് സുരക്ഷിതമല്ല. പക്ഷേ കേരളം എന്നുള്ളൊരു സംസ്ഥാനത്തിന്റെ ഇവിടുത്തെ നമ്മുടെ നിയമ സംവിധാനങ്ങളുടെ ഒക്കെ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് താൻ വിദേശത്തേക്ക് പോയാലും ആശ ഇവിടെ സുരക്ഷിതയാകും എന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ ഗാലിബിനുണ്ട്. അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആശയെ കൂടി കൊണ്ടുപോകാനാണ് അവർ പദ്ധതിയിടുന്നത്. അതിനു മുമ്പ് തന്നെ ഈ ഗാലിബ് പോകുന്നതിന് മുമ്പ് തന്നെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള നടപടിക്രമങ്ങളിലേക്കും അവർ കടക്കുകയാണ്. ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ.